ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ലുലു മാളിൽ. അപ്പോൾ ലുലു മാളിലും ഇന്ന് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്ന അവിടെ തന്നെയുണ്ട് ഫ്ലവർ ഷോൻ്റെ ഒരു ഹാള്. ഫ്ലവർ ഷോൻ്റെ ഹാള് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൂക്കളും ചെടികളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന സ്ഥലത്തും ഒരുപാട് പൂക്കളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉള്ളിലോട്ട് കയറി ചെന്നാൽ കാണുന്ന പൂക്കൾ. ഈ കാണുന്ന മരം കണ്ടോ നിങ്ങൾ? ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ മരം എത്രേ കാലമായിട്ട് വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്താന്ന് പറയേണ്ടവർ. അതിൻ്റെ വ്യക്തമായിട്ട് നമുക്കറിയില്ല, അവർ പറഞ്ഞതാണ്. അതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 2,40,000 രൂപയാണ് അതിൻ്റെ റേറ്റ് അവർ പറയണത്. അപ്പോൾ അത് ഷോയ്ക്ക് കൊണ്ടുവന്ന് വെച്ചാന്നും പറയുന്നുണ്ട് ചിലവർ. അത് ചിലപ്പോൾ സെയിലൊന്നും ചെയ്യില്ല, സെയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെച്ചത്. അപ്പോൾ ഇത് ലുലു മാളിൽ നമ്മൾ നക്ഷത്ര ഗോൾഡ്, ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വൈറലായിട്ടുള്ളൊരു താത്ത ഒക്കെയാണ് അതിൻ്റെ ഓണർമാർ. നക്ഷത്ര ഗോൾഡിൻ്റെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള പൂച്ചെടികൾ. ഇതൊക്കെ ഏകദേശം റേറ്റ് വയനാട് പൂപ്പൊലി സമയത്ത് നടന്ന റേറ്റിനെക്കാട്ടിലും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ വലിയ റേറ്റൊന്നും കാണുന്നില്ല പൂച്ചെടികൾക്ക്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തി. ഏകദേശം ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ മുകളിലേക്ക് ചെന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. കുട്ടികൾ കളിക്കുന്ന ഏരിയയിൽ കൂടെയൊക്കെ ഒന്ന് പോയി പോരാണ്. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പം അധികം ഉള്ളുന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ ലുലു മാളിലെ വിശേഷങ്ങൾ. കുട്ടികൾ കളിക്കുന്ന ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇവിടെ. ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലവർ ഷോൻ്റെ ഹാള്. ഇവിടെയാണ് ഫ്ലവറുകൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ. അപ്പോൾ നാളെ നമ്മൾ ബീച്ചിലെ വിശേഷങ്ങളായിട്ട് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.